വെള്ള നനയിൽ വേണം നമ്മളിത് കുഴച്ചെടുക്കാനായിട്ട്. ഓക്കെ, ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഞാനൊരു വലിയ സാഹസം കാണിക്കാൻ പോവുകയാണ്. കാരണം ഓണത്തിന് എന്തെങ്കിലും എൻ്റേതായ ഒരു ഇതിലുണ്ടാക്കണം എന്ന് കരുതി ഞാൻ പരിപ്പ് വട ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ എന്താവുമെന്ന് അറിയത്തില്ല, ഞാൻ എൻ്റെ കഴിവിൻ്റെ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് റെഡിയാക്കാനായിട്ട് തുടങ്ങാം. ആദ്യം തന്നെ പരിപ്പ് വട തയ്യാറാക്കാൻ ആവശ്യമായ കടലപ്പരിപ്പ് നമ്മളിവിടെ എടുത്തു വെക്കുന്നുണ്ട്. നമ്മൾ മിനിമം ഒരു 3 മണിക്കൂറെങ്കിലും ഇത് കുതിർക്കാനായിട്ട് വെക്കണം. അങ്ങനെ നമ്മളിത് കുതിർക്കാനായിട്ട് മാറ്റി വെക്കുവാണ്. ആ സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമായ കൊച്ചുള്ളി, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, വറ്റൽമുളക് എന്നിവ എടുത്തു വെക്കാം. നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തെടുക്കാം. ഒരുപാടങ്ങ് പേസ്റ്റ് ആവണ്ട, ഒരു മിനിമം പരുവത്തിൽ. ഓക്കെ, നമ്മൾ ഈ കടലപ്പരിപ്പ് ഊറ്റിയെടുത്തതിന് ശേഷം മാറ്റി വെച്ചിരുന്ന കൊച്ചുള്ളി, പച്ചമുളക്, വറ്റൽമുളക്, കറിവേപ്പില, ഇഞ്ചി എല്ലാം കൂടെ ചേർത്ത് നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ എല്ലാ ഐറ്റവും കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമായ കാശ്മീരി മുളക് പൊടി, ഉപ്പ്, പിന്നെ വേണ്ടത് കായപ്പൊടിയാണ്. അതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് പെരട്ടി വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പേ ആവാവൂ, ഉപ്പ് കൂടാൻ പാടില്ല, കുറയാനും പാടില്ല. ഒരു മിനിമം പരുവത്തിൽ വേണം ഉപ്പ് ചേർക്കാനായിട്ട്. കായപ്പൊടിയും അതുപോലെ തന്നെയാണ് ചേർക്കേണ്ടത്. അപ്പോൾ അടുത്തൊരു മെയിൻ ടാസ്ക് എന്ന് പറയുന്നത് നമ്മൾ ഈ ചെയ്ത് വെച്ചേക്കുന്ന ഈ ഒരു സാധനം നമ്മൾ കറക്റ്റ് ഷേപ്പിൽ ആക്കി കൊടുക്കണം. അതൊട്ടും നമ്മൾ ആ ചെയ്യുന്ന ആ കുഴയ്ക്കുന്ന ആ ഒരു പരുവത്തിലിരിക്കും നമ്മുടെ പരിപ്പ് വട. അപ്പോൾ നമുക്ക് അതൊന്ന് ചെയ്തു തുടങ്ങാം. സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടോ എന്ന് അറിയത്തില്ല, കാരണം പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ചെയ്യാം. ഓക്കെ, നമ്മളിത് കുഴയ്ക്കുന്നതിന് മുന്നേ നമ്മൾ കൈയൊന്നും ഇങ്ങോട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു പാത്രത്തിൽ നമ്മൾ എണ്ണ കുറച്ച് തടവി കൊടുക്കാം. കാരണം നമ്മൾ ഈ സംഭവം നമ്മളിങ്ങനെ ചെയ്ത് വെക്കുമ്പോഴത്തേക്ക് പാത്രത്തിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. നല്ല ടെൻഷൻ ഉണ്ട്, കാരണം ഞാനിത് ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. അപ്പൊ എന്താവുമെന്ന് അറിയത്തില്ല. പരിപ്പ് വട ഉഴുന്നോടെ ആവാതിരുന്നാൽ മതിയായിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ചെയ്യാം. അപ്പൊ നമ്മൾ പിന്നെ ഇനി ചെയ്യാനുള്ളതെന്ന് വെച്ചാല് കുറച്ച് വെള്ള നനയിൽ വേണം നമ്മളിത് കുഴച്ചെടുക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇത്രയും ഉണ്ടാക്കിയ സംഭവങ്ങളൊന്ന് എണ്ണയ്ക്കകത്തിട്ടൊന്ന് പരീക്ഷിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഓക്കെ, അപ്പം നമുക്ക് എണ്ണ ചൂടാക്കാം. അതിനായിട്ടൊരു ഇരുമ്പേട്ടി ചൂടാക്കാനായിട്ട് വെച്ചു. ഇത് നമ്മൾ വീട്ടിൽ തന്നെ ആട്ടിയ ശുദ്ധമായ നമ്മുടെ വെളിച്ചെണ്ണയാണ് കേട്ടോ, പുറത്തുനിന്ന് വാങ്ങിച്ച വെളിച്ചെണ്ണയല്ല. നമ്മൾ കുഴച്ച് വെച്ച ഐറ്റംസ് ഒക്കെ നമുക്ക് ഈ തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ചൊന്ന് ടേസ്റ്റ് ചെയ്തപ്പോൾ ഇച്ചിരി ഉള്ളു വേവാനുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇച്ചിരിയും കൂടെ ഒരു വലുപ്പത്തിൽ ചെയ്ത് വെച്ചാൽ നമുക്കൊന്നും കൂടെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പം ഒന്നും കൂടെ ഞാനത് ചെയ്യാൻ പോവാണ്. നമ്മൾ ഈ ഓണത്തിനൊക്കെ പരിപ്പോട ഉണ്ടാക്കുമ്പോൾ ഈ ഒരു ചെറിയ വലിപ്പത്തിൽ ഉണ്ടാക്കുമ്പോൾ കുറേ ദിവസം നമുക്ക് ഡബ്ബയിലൊക്കെ ഇട്ട് വെക്കാം. അതല്ല അന്നന്ന് തന്നെ കഴിച്ച് തീർക്കും എന്നുള്ള ടാസ്ക് ആണെങ്കിൽ നമുക്ക് കുറച്ച് വലിപ്പത്തിൽ ചെയ്തെടുക്കാം. പക്ഷേ ഉള്ളു കുറച്ച് വേവാൻ ഇത്തിരി പാടാണ്. പക്ഷേ ഈ ഒരു വലിപ്പത്തിലാവുമ്പോൾ ഉള്ളു നന്നായിട്ട് വെന്ത് കിട്ടും. ഏകദേശം ഒരു ബ്രൗൺ പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് ഈ എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ എൻ്റെ ചെറിയ പരിപ്പുവട ദേ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ചെറിയ സൈസാണ്, കാരണം നമുക്ക് കുറേ ദിവസം ഇട്ട് വെക്കാനുണ്ട് ഡബ്ബയിലൊക്കെ. അതുകൊണ്ട് ഈ ഒരു പരുവത്തിലാണ് ഞാൻ ചെയ്തെടുത്തത്.
ഫൈനലി ഞാൻ എക്സ്പെരിമെന്റ് ചെയ്ത ഐറ്റം ഞാൻ തന്നെ ആദ്യം ടേസ്റ്റ് ചെയ്ത് നോക്കുവാണ്. 1-2 ആദ്യം ഫ്ലോപ്പ് ആയെങ്കിലും പിന്നീട് ദേ ഈ ഒരു വലുപ്പത്തിൽ ഉണ്ടാക്കിയപ്പോൾ സംഗതി പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. സത്യമായിട്ട് ഞാൻ എന്നെ തന്നെ പുകഴ്ത്തുമല്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അടുത്ത ഒരു പുതിയ എക്സ്പെരിമെന്റ് റെസിപ്പി ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ.